ജനാധിപത്യ കേരളത്തിന്റെ ശ്രദ്ധയ്ക്ക് അക്ഷരമുറ്റത്ത് പൊലിഞ്ഞുപോയത് വെറുമൊരു ജീവനല്ല. നിതിൻ രാജിന്റെ വേർപാടിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും മേലാണ് രക്തം പുരണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ വിശുദ്ധമായ അങ്കണങ്ങൾ ഇനി ചോരക്കളമാകാൻ പാടില്ല. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ ഇനിയൊരു വിദ്യാർത്ഥിയും അക്ഷരമുറ്റത്ത് പൊലിഞ്ഞു വീഴാൻ പാടില്ല. ക്യാമ്പസുകളിലെ ഈ കാട്ടുനീതി അവസാനിപ്പിക്കുക. സഹോദരൻ നിതിൻ രാജിന്റെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക. ഈ ലക്ഷ്യത്തോടെ ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഏപ്രിൽ 28 കേരള ഹർത്താൽ വിജയിപ്പിക്കുക. നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്കായി, മതേതരത്വത്തിന്റെ നിലനിൽപ്പിനായി ഏവരും ഈ ഹർത്താലുമായി സഹകരിക്കുക. കേൾക്കുക ലോകമേ, നീതി മരവിക്കുന്നിടത്ത്, സത്യം മൂടിവെക്കപ്പെടുന്നിടത്ത് പ്രതിരോധത്തിന്റെ ഒരു പുത്തൻ അധ്യായം കുറിക്കപ്പെടുകയാണ്. അനീതിക്കെതിരെ ഒരു അത്ഭുതം പോലെ ജനലക്ഷങ്ങൾ കൈകോർക്കുന്നു. നീതിയുടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ നിശബ്ദത കൊണ്ട് നാം തീർക്കുന്ന ഏറ്റവും വലിയ ശബ്ദം. ഏപ്രിൽ 28 ചൊവ്വാഴ്ച. അന്ന് നമ്മുടെ നാട് നിശ്ചലമാകും, കടകമ്പോളങ്ങൾ അടയും, വാഹനങ്ങൾ വഴിമാറും. ഇത് വെറുമൊരു ഹർത്താലല്ല, മറിച്ച് നിതിൻ രാജിന്റെ കൊലപാതകികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനമനസ്സുകളുടെ പോരാട്ടമാണ്. ഒരു ജനത ഒന്നടങ്കം തെരുവിലേക്ക്. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഏപ്രിൽ 28 കേരള ഹർത്താൽ പൂർണ്ണ വിജയമാക്കുക. സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിചേരുക. ഏപ്രിൽ 28 സൂര്യോദയം മുതൽ അസ്തമയം വരെ അനീതിയുടെ കോട്ടകൾ തകർക്കാൻ, നീതിയുടെ പുലരിക്കായി നമുക്കൊന്നിക്കാം. ഈ പ്രതിഷേധം ഒരു മഹാപ്രവാഹമായി മാറട്ടെ. ഏപ്രിൽ 28 ഹർത്താൽ വൻ വിജയമാക്കുക. ഏപ്രിൽ 28 കേരള ഹർത്താൽ വിജയിപ്പിക്കുക. നമ്മുടെ പ്രതിഷേധം സമാധാനപരമായും എന്നാൽ ശക്തമായും രേഖപ്പെടുത്താം.